കണ്ണൂരിൽ വന്യജീവി വളർത്തുനായയെ ആക്രമിച്ചു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ മധുവിന്റെ വളർത്തുനായയെയാണ് വന്യജീവി ആക്രമിച്ചത് പുലിയാണെന്നാണ് സംശയം. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മധുനായയുടെ കരച്ചിൽ കേൾക്കുന്നത്. വീടിന് പുറത്തിറങ്ങിയപ്പോൾ കൂട്ടിന് സമീപത്ത് ചെങ്ങലയിൽ കെട്ടിയ നായയുടെ കഴുത്തിൽ നിന്ന് ചോര വരുന്നതായും ആഴത്തിലുള്ള മുറിവും ശ്രദ്ധയിൽപ്പെട്ടു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഏതോ ഒരു ജീവി ഓടിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി മധു പറഞ്ഞു. രാത്രി ഒരു 1:30 മണിയായി. അപ്പോൾ ആദ്യം പട്ടി ഒന്ന് കരഞ്ഞു. പക്ഷെ ആദ്യത്തെ കരച്ചിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. സാധാ കരയെന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു. പക്ഷെ രണ്ടാമതെന്ന് വെച്ചാൽ അലർച്ചയിലൂടെ കരച്ചിലാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ അപകടം സംഭവിച്ച പോലുള്ള ഒരു ഫീലിംഗ് തോന്നി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് പെട്ടെന്ന് പുറത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു, പട്ടിക്കൂടിൻ്റെ അടുത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ലൈറ്റിട്ട് വാതിൽ തുറന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും പട്ടി ഈ കൂട്ടിൽ നിന്ന് കൂടിൻ്റെ പുറത്ത് ഒരു ഏകദേശം ഒരു 1.5 മീറ്റർ ഇവിടെ അതിന് ഈ സാധനം കടിച്ച് വലിച്ച് കൊണ്ടിട്ട് ഞാൻ വരുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു ആ സ്പോട്ടിൽ ഇട്ടിട്ട് ഓടുകയത്. ഞാൻ വന്ന് നോക്കുമ്പോഴാണ് ചോര പൊടിഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ ഞാൻ വന്ന സ്പോട്ടിൽ തന്നെയാണ് ഇത് കടിച്ചിട്ട് അങ്ങ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 100-300 മീറ്റർ മുകളിലാണ് അവിടെ നിന്ന് ഒരു അനക്കം ഞാൻ കേട്ടു. എന്തോ ഓടിപ്പോയതാണ്. ഞാൻ സാധനം എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ എന്തെങ്കിലും അങ്ങനെ കടുപോലെ എന്താ ജീവിയായിരിക്കല്ലേ ഇതുപോലെ കടിച്ച് ഇതുപോലെ ഇതാക്കൂലല്ലോ. ജനവാസ മേഖലയായ ഈ സ്ഥലം വന അതിർത്തിയിൽ നിന്നും അകലെയാണ്. ഈ പ്രദേശത്ത് വന്യജീവി എത്തി വളർത്തുമൃഗത്തെ ആക്രമിക്കുന്നത് ആദ്യമായാണെന്ന് പഞ്ചായത്ത് അംഗം ജോസ് പറഞ്ഞു. ഈ ഉരുപ്പൻകുറ്റി കാട്ടിലെ കടുവയും പുലിയും ഒക്കെ ഉള്ളതായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ വലിയ തോതിലുള്ള ഒരു ആക്രമണമൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു ജനങ്ങൾ മൊത്തത്തിലൊരു ഭീതിയിലായിട്ടാണ് ഉള്ളത്. കാരണം ഇതിപ്പോൾ ഉരുപ്പൻകുറ്റി കാടിന് സമീപത്തുള്ള സ്ഥലമല്ല ഇത്. പക്ഷേ ഇവിടെ എത്തിയിട്ട് ഈ കൂട്ടിൽ കിടന്ന പട്ടീനെയാണ് ആക്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത് അന്ന് ഈ വീട്ടുകാരൻ ലൈറ്റൊക്കെ ഇട്ട് പെട്ടെന്ന് ഇറങ്ങി വന്നതുകൊണ്ട് പുലിക്ക് അതിനെ കൊണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുലിയായാലും അതോ ഇനി കടുവയായാലും ശരി, ഈ സാധാരണ രീതിയിൽ പുലിക്ക് ഇഷ്ടമുള്ള ഒരു മൃഗം എന്ന് പറയുന്നത് പട്ടിയാണ്. പട്ടീനെയാണ് പൊതുവെ പിടിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പശുവിനെയൊക്കെ പിടിക്കാനൊക്കെ ശ്രമിക്കുള്ളൂ. പട്ടിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഹാരം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ഒരു അപകടകരമായ ഒരവസ്ഥയാണ്. കാരണം വളരെ വെളുപ്പാങ്കാലത്ത് 3 മണി 2 മണി സമയത്തെല്ലാം ആളുകൾ റബ്ബർ ടാപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്നതാണ് ഇവിടെ. അപ്പോൾ ഇത് മൃഗങ്ങളോട് ഇങ്ങനെ ഉള്ള ആ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരും ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. ഇരട്ടി സെക്ഷൻ ഫോറസ്റ്റർ സി സുനിൽകുമാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചരൽ വെറ്റിനറി സർജൻ SK ശരണ്യയുടെ നേതൃത്വത്തിൽ മുറിവേറ്റ നായ്ക്കുള്ള ചികിത്സ നൽകി. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്തുള്ളവരോട് ജാഗ്രത പാലിക്കാൻ വനം വകുപ്പും പഞ്ചായത്ത് അധികൃതരും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.